കഴിഞ്ഞ ദിവസങ്ങളിലായി BJP നേതാവ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ നടത്തിയ വർഗീയ പരാമർശങ്ങളെക്കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഹിന്ദു MLA ഇടതും വലതും നിർത്തിയിട്ടില്ല. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണോ ഗുരുവായൂർ? എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല? തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ കേരളത്തിന്റെ സമാധാനാന്തരീക്ഷം തകർക്കാൻ ഇതുപോലെ ചിലർ ബോധപൂർവം ശ്രമിക്കാറുണ്ട്. ശരിക്കും എന്താണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്? വികസനങ്ങളെക്കുറിച്ചോ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ചോ സംസാരിക്കാൻ ഇവർക്കൊന്നുമില്ല. അതുകൊണ്ടാണ് മനുഷ്യരെ തമ്മിലടുപ്പിക്കാൻ വർഗീയ കാർഡുകൾ ഇറക്കുന്നത്. ഇന്ന് രാജീവ് ചന്ദ്രശേഖറും ഗോപാലകൃഷ്ണനെ ന്യായീകരിച്ച് രംഗത്ത് വന്നത് നമ്മൾ കണ്ടു. ഇവരോർക്കേണ്ടത് മലബാറിന്റെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയിലെ MLA പേര് P. നന്ദകുമാർ എന്നാണ്. അവിടുത്തെ കഴിഞ്ഞ MLA പേര് P. ശ്രീരാമകൃഷ്ണൻ എന്നാണ്. കേരളത്തിന്റെ മണ്ണെന്ന് പറയുന്നത് വിവേകത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും മണ്ണാണ്. കേരളത്തിലെ ജനങ്ങൾ അവരുടെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് അവരുടെ മതം നോക്കിയല്ല. ഇത്തരത്തിൽ വിദ്വേഷം വിളമ്പുന്ന നാവുകൾക്ക് വരുന്ന April 9 ചൂണ്ടുവിരൽ കൊണ്ട് കേരളത്തിന്റെ പ്രബുദ്ധരായ ജനങ്ങൾ തീർച്ചയായും മറുപടി നൽകിയിരിക്കും.